നമസ്കാരം. കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് PSC. ഉറക്കമൊഴിഞ്ഞ് പഠിച്ചും കഷ്ടപ്പെട്ടും അവർ കാത്തിരിക്കുന്നത് ഒരു സർക്കാർ ജോലി എന്ന ആഗ്രഹത്തോടെയാണ്. എന്നാൽ ഇന്ന് കേരള PSCയിൽ നടക്കുന്നത് എന്താണ്? ഉദ്യോഗാർത്ഥികളുടെ കണ്ണീര് വീഴുന്ന ആ പടവുകളിൽ നടക്കുന്നത് വൻകിടക്കാരുടെ കാട്ടുകൊള്ളയില്ലേ? ഈ കൊള്ളക്കാരെ പിടിച്ചുകെട്ടാൻ മുഖ്യമന്ത്രി VD സതീശന് സാധിക്കുമോ? ഈ കാട്ടുകൊള്ളക്കാരെ മുഴുവൻ പൊളിച്ചെടുക്കാൻ ജനങ്ങൾ ഒന്നടങ്കം ശബ്ദമുയർത്തേണ്ട സമയമാണിത്. എന്താണ് PSCയുടെ ഉള്ളറകളിൽ നടക്കുന്നത്? എങ്ങനെയാണ് ഈ PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും നിയമനം നടക്കുന്നത്? അതിൻ്റെ പിന്നിലുള്ള അധികാര കേന്ദ്രങ്ങൾ ആരൊക്കെയാണ്? നമുക്ക് പരിശോധിക്കാം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 316 പ്രകാരം സംസ്ഥാന സർക്കാരിന്റെ, അതായത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും കൃത്യമായ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഗവർണർ PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. ഭരണത്തിലിരിക്കുന്നവരുടെ വിശ്വസ്തർക്കും രാഷ്ട്രീയ നോമിനികൾക്കും ലഭിക്കുന്ന വലിയൊരു പാരിതോഷികമാണ് പലപ്പോഴും ഈ കസേരകൾ. രാഷ്ട്രീയ സ്വാധീനത്തിൽ ഈ പദവികളിൽ എത്തുന്നവർക്ക് എങ്ങനെയാണ് സാധാരണക്കാരനോട് നീതി കാണിക്കാൻ കഴിയുക? അസംഭവ്യം. ഇനി ഇവരെ ഡിസ്മിസ് ചെയ്യേണ്ടത് ആരാണ്? അഴിമതി നടത്തിയാൽ ഇവരെ പദവിയിൽ നിന്ന് മാറ്റാൻ ആർക്കാണ് അധികാരം? നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയവർ എന്തൊക്കെ സ്വപ്നം കണ്ടു കാണും? നിയമിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെങ്കിലും ഇവരെ പിരിച്ചുവിടാൻ സംസ്ഥാന ഭരണകൂടത്തിനോ ഗവർണർക്കോ നേരിട്ട് കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 317 പ്രകാരം സുപ്രീം കോടതിയുടെ കൃത്യമായ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് മാത്രമേ PSC ചെയർമാനെയും അംഗങ്ങളെയും ഡിസ്മിസ് ചെയ്യാൻ അധികാരമുള്ളൂ. ഈ ഒരു ശക്തമായ നിയമ പരിരക്ഷയുടെ മറവിലാണ് പല അധികാര കേന്ദ്രങ്ങളും ഉദ്യോഗാർത്ഥികളുടെ ജീവിതം പങ്കുവെച്ച് പന്താടുന്നത്. കഴിഞ്ഞ 10 വർഷങ്ങളായി PSCയിൽ നടന്നത് എന്തൊക്കെയാണ്? ഒന്നിനു പിറകെ ഒന്നായി പുറത്തുവന്ന അഴിമതികൾ നാം കണ്ടതാണ്. പരീക്ഷാ ഹാളുകളിലെ ഹൈടെക് കോപ്പിയടികൾ, ഉത്തരം മുൻകൂട്ടി ചോർത്തി നൽകൽ, റാങ്ക് ലിസ്റ്റുകൾ അട്ടിമറിച്ച് പിൻവാതിൽ നിയമനങ്ങൾ നടത്തൽ, യോഗ്യതയുള്ളവർ തെരുവിൽ സമരം ചെയ്യുമ്പോൾ പണവും സ്വാധീനവുമുള്ളവർ പിൻവാതിലിലൂടെ കയറിപ്പറ്റുന്നു. ഈ അഴിമതികളെല്ലാം ഇപ്പോൾ ജനങ്ങൾക്ക് മുൻപിൽ പൂർണ്ണമായും തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ സർക്കാരിനോട് ശക്തമായ ഭാഷയിൽ തന്നെ ആവശ്യപ്പെടുകയാണ്. വെറും ഒരു പ്രഹസന അന്വേഷണമല്ല ഇവിടെ വേണ്ടത്. PSCയിൽ നടക്കുന്ന ഈ കാട്ടുകൊള്ളയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ സർക്കാർ അടിയന്തിരമായി ഇനീഷ്യേറ്റീവ് എടുക്കണം. ഉദ്യോഗാർത്ഥികളുടെ ഭാവി തകർത്ത ഈ കൊള്ളക്കാരെ മുഴുവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് കൽത്തുറങ്കിലടക്കണം. മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിന് ഈ മാഫിയയെ പിടിച്ചുകെട്ടാൻ ആകുമോ എന്ന് കേരളം ഉറ്റുനോക്കുകയാണ്. ഇനിയും ചെറുപ്പക്കാരുടെ ജീവിതം വെച്ച് ചൂതാടാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന കടുത്ത താക്കീത് ജനങ്ങൾ തന്നെ നൽകേണ്ടതുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലം പൊറുതിമുട്ടിയാണ് ഈ യുവത ഇത്രയേറെ വലിയ ഭൂരിപക്ഷത്തിൽ പുതിയൊരു സർക്കാരിനെ അധികാരത്തിലേറ്റുന്നത്. ഒരുപാട് പ്രതീക്ഷകളോടെ കാത്തിരിക്കുകയാണ് അവർ. ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നിങ്ങളുടെ പ്രതികരണങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നന്ദി.